വാങ്കഡെ സ്റ്റേഡിയത്തിലെ BCCI സ്റ്റോറിൽ നിന്നും IPL കളിക്കാരുടെ 261 ജേഴ്സികൾ മോഷ്ടിച്ചു. നഷ്ടമായത് 6.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ജേഴ്സികൾ. മോഷണം നടത്തിയ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ക്രിക്കറ്റ് താരങ്ങളെ പോലെ അവരുടെ ജേഴ്സികളും ആ നിറങ്ങളും എപ്പോഴും കായിക ലോകത്ത് ഹരം പകരുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ വിലമതിക്കുന്ന ജേഴ്സികൾ മോഷണം പോയെന്നറിഞ്ഞാൽ തീർച്ചയായും ഒരു ഞെട്ടൽ കായിക ലോകത്തുണ്ടാകും. അതും BCCI ഓഫീസിൽ നിന്ന്. അതെ, വാങ്കഡ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന BCCI ഓഫീസിൽ നിന്നാണ് IPL 2025 ജേഴ്സികൾ മോഷണം പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചില്ലറയൊന്നുമല്ല, 2500 രൂപ വില വരുന്ന 261 ജേഴ്സികളാണ് മോഷണം പോയത്. ഏകദേശം 6,50,000 രൂപ വിലമതിക്കുന്ന ജേഴ്സികളാണ് ഇപ്പോൾ BCCI ഓഫീസിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 17 ജേഴ്സികൾ ഫാറൂഖ് എന്ന ആൾ മോഷ്ടിച്ചത്. ഈ മാസം പകുതിയോടെ സ്റ്റോർ റൂം കണക്കെടുപ്പ് നടത്തിയപ്പോഴാണ് ജേഴ്സികൾ വലിയ തോതിൽ കാണാതായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പിന്നീട് BCCI അധികൃതർ CCTV പരിശോധിച്ചു. അപ്പോഴാണ് ഫാറൂഖ് ജേഴ്സികൾ പെട്ടിയിലാക്കി കടന്നുകളയുന്നത് വ്യക്തമായി കണ്ടത്. തുടർന്ന് പോലീസിൽ BCCI ഈ മാസം 17 പരാതി നൽകിയത്. തുടർന്നുള്ള പരിശോധനയിൽ മോഷണം പോയതിൽ 50 ജേഴ്സികൾ തിരികെ ലഭിച്ചിട്ടുണ്ട്. ഫാറൂഖിന് കൃത്യമായ ഒരു പ്ലാനോടുകൂടി തന്നെയാണ് ഈ ജേഴ്സികൾ എടുത്തത്. അതായത് ഫാറൂഖ് എന്ന വ്യക്തി ഓൺലൈൻ ഗെയിമിൽ ആസക്തിയുള്ള ആളാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിനായുള്ള പണം കണ്ടെത്താനാണ് അദ്ദേഹം മോഷണം നടത്തിയത്. ജേഴ്സി വിറ്റുകിട്ടിയ പണം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിച്ചത്. ആ പണം മുഴുവൻ ഓൺലൈൻ ഗെയിം കളിച്ച് നഷ്ടമായെന്നും ഫാറൂഖ് തന്നെ പറയുന്നുണ്ട്. ഇത് പോലീസിന് നൽകിയ മൊഴിയാണ്. ഫാറൂഖ് ജേഴ്സികൾ എടുത്തതിനു ശേഷം ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ ഇടപാടുകാരനാണ് വസ്ത്രങ്ങൾ വിറ്റത്. ഓൺലൈൻ വഴി ബന്ധപ്പെട്ടാണ് ഇയാൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. പക്ഷേ ഹരിയാനയിലെ ഇടപാടുകാരൻ പറയുന്നത് ജേഴ്സികൾ മോഷ്ടിച്ചാണ് ഇയാൾ തനിക്ക് വിറ്റതെന്ന് അറിയില്ല എന്നാണ്. ഓഫീസിൽ നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായാണ് ജേഴ്സികൾ വിൽക്കുന്നതെന്നാണ് ഫാറൂഖ് പറഞ്ഞതെന്നാണ് ഹരിയാനക്കാരൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇയാൾ അടിച്ചുമാറ്റിയിരിക്കുന്നത് ഒരേ ജേഴ്സികളല്ല, വ്യത്യസ്ത ടീമുകളുടെ ജേഴ്സികളാണ്. അതിനാൽ തന്നെ ഇത് താരങ്ങൾക്കുള്ളതാണോ അല്ലെങ്കിൽ ആരാധകർക്ക് വേണ്ടി വിൽക്കാനായി എത്തിച്ചതാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.